തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. വിവരങ്ങളുമായി അപർണ കെ ചേരുന്നുണ്ട്. അപർണ, ഇപ്പോൾ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അരുണിമ, മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. ആദ്യം പിടിയിലായ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി തള്ളി. നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഹാഷിൻ തുടങ്ങിയ പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതി ഇന്ന് തള്ളിയിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട കേസ് ഗൗരവമുള്ളത് എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് തള്ളിക്കൊണ്ട് സുപ്രധാന നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. പ്രതികൾക്കെതിരായ വധശ്രമം, കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ കൂടാതെ PDPP വകുപ്പുകളടക്കം ചുമത്തിയാണ് ഇത്തരത്തിൽ കേസ് എടുത്തിരിക്കുന്നത്. കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതുകൂടാതെ തന്നെ FIR മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വകുപ്പ് എന്ന് പറയുന്ന കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. എന്നാൽ പ്രതിഭാഗം വാദിക്കുന്ന വേളയിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യനിർവഹണം ഒരു തരത്തിലും അവർ തടസ്സപ്പെടുത്തിയിട്ടില്ല. ED ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങി വന്നപ്പോഴാണ് തങ്ങൾ പ്രതിഷേധിച്ചത് എന്ന വാദമാണ് കോടതിയിൽ ഉന്നയിച്ചത്. ആ വാദവും കോടതി തള്ളിയിരിക്കുകയാണ്. ഇത്തരത്തിൽ 6 പേരെ ഇന്നലെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. ആറ്റുകാൽ മുൻ കൗൺസിലർ കൂടിയായ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയാണ് ഇന്നലെ അറസ്റ്റിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 25 ആയിരിക്കുകയാണ്. ഇനിയും അറസ്റ്റുകൾ തുടരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് കുറ്റപത്രം നൽകാൻ DGPക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അരുണിമ, ശരി, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയെന്നൊരു വിവരം ലഭിക്കുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിൽ ഉത്തരവിറക്കിയിട്ടുള്ളത്. 5 പ്രതികളുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണ KS ആണ്.